എളിമ നിറഞ്ഞവനും മാന്യതയും ആദർശ മനുഷ്യത്വത്തിൻ്റെ തികഞ്ഞ വ്യക്തിത്വമാണ് ഇദ്ദേഹമാണ് ഭഗവാൻ ശ്രീരാമൻ, വിഷ്ണുദേവൻ്റെ 7ാമത്തെ അവതാരം. തൻ്റെ മറ്റൊരു അവതാരമായ ശ്രീകൃഷ്ണൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ വളരെ സൗമ്യമായ മനോഭാവത്തോടെ കാര്യങ്ങൾ വളരെ രസകരമായി എടുക്കുന്നതിലും ശ്രീരാമൻ തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി. അദ്ദേഹം സത്യത്തിൻ്റെയും നീതിയുടെയും യഥാർത്ഥ ഹിന്ദുത്വത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഈ അസാധാരണ അവതാരത്തിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും മികച്ച കാര്യമാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമതായി, നെവർ ഗീവ് അപ്പ്, അതായത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. അതിന് ഒരു ദിവസമോ ആഴ്ചകളോ വർഷങ്ങളോ എടുത്തേക്കാം. സീതയെ ലങ്കയിലെ രാജാവായ രാവണൻ ബന്ദിയാക്കി. തൻ്റെ പ്രിയപ്പെട്ടവളെ തിരയാൻ രാമന് വളരെയധികം സമയമെടുത്തു. രാമൻ ഒരിക്കലും പിന്മാറുകയോ തൻ്റെ ദൗത്യം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തില്ല. സ്നേഹത്തിൻ്റെ ശക്തിയും തൻ്റെ ലക്ഷ്യത്തോടുള്ള അർപ്പണബോധവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, മോഡസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അച്ചടക്കമാണ് അല്ലെങ്കിൽ മാന്യതയാണ് ഏറ്റവും നല്ല നയം. ഏറ്റവും മികച്ച അമ്പെയ്ത്തുകാരനാണ് ശ്രീരാമൻ. വലിയ അസ്ത്രങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചും അസ്ത്രങ്ങളുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് സമഗ്രമായ അറിവുണ്ട്. എന്നാൽ ആ ശക്തിയും അറിവും ശ്രീരാമൻ തൻ്റെ ദർശനപാതയിൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ അളവ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയൊക്കെ യോഗ്യനായ ഇദ്ദേഹം വളരെ വിനയനാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ മികച്ചതായിരിക്കാം, എന്നാൽ ചിലപ്പോഴൊക്കെ ചില പരിശോധനകൾ നടത്തുന്നത് നന്നായിരിക്കും. മൂന്നാമതായി, കീപ് കാം, അതായത് ശാന്തമായിരിക്കുക. ശ്രീരാമൻ വളരെ വലിയ യുദ്ധങ്ങളും വളരെ വലിയ രാക്ഷസന്മാരുമായി പോരാടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന് വളരെ നല്ല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അദ്ദേഹം തൻ്റെ ശാന്തത നഷ്ടപ്പെടുത്തുകയോ അല്പം പോലും അസ്വസ്ഥനാകുകയോ ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതകാലം തുടങ്ങുന്ന സമയം മുതൽ തന്നെ ശ്രീരാമന് വലിയ തലത്തിലുള്ള നിയന്ത്രണവും തൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിലും കഴിവുണ്ടായിരുന്നു. സാഹചര്യം എന്തുതന്നെയായിരുന്നാലും ശാന്തത പാലിക്കുമായിരുന്നു ഇദ്ദേഹം. നമ്മൾ പരിഭ്രാന്തിയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇത് ഒരിക്കലും സഹായിക്കില്ല എന്ന പാഠം ഇതിൽ നിന്ന് പഠിക്കാം. നാലാമതായി, ഒബേ ആൻഡ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. നിങ്ങളുടെ മുതിർന്നവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. കാട്ടിലെ ജീവിതം ഭയാനകരവും അപകടകരമാണെങ്കിൽ പോലും ശ്രീരാമൻ തൻ്റെ മാതാപിതാക്കളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തിരുന്നില്ല. പിതാവിൻ്റെ ആവശ്യപ്രകാരം താടകയെ പോലുള്ള രാക്ഷസിമാരെ നേരിടാൻ സമ്മതിച്ച അദ്ദേഹം 2ാം അമ്മയുടെ ആഗ്രഹപ്രകാരം നീണ്ട 14 വർഷത്തെ വനവാസ ജീവിതത്തിലേക്ക് പോയി. ഇദ്ദേഹം ആദർശങ്ങളുടെ ആൾരൂപമാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രവൃത്തികൾ നിങ്ങൾ അംഗീകരിച്ചേക്കില്ല, എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കായി അവർ വളരെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത് നൽകുന്നു എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി, പ്രജുഡിയസ് ഈസ് നെവർ ദ സൊല്യൂഷൻ, അതായത് മുൻവിധി ഒരിക്കലും പരിഹാരമല്ല. രാവണന്റെ സഹോദരനായ വിഭീഷണനെ സ്വന്തം രാജ്യത്ത് നിന്ന് നാടുകടത്തിയപ്പോൾ വിഭീഷണൻ നേരെ ശ്രീരാമന്റെ അടുക്കലാണ് വന്നത്. എന്നാൽ ശ്രീരാമൻ ഒരു മുൻവിധികളുമില്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. വിഭീഷണന്റെ അറിവും അനുഭവങ്ങളും തങ്ങളെ എങ്ങനെ സഹായിച്ചു എന്ന് എല്ലാവരും മനസ്സിലാക്കിയപ്പോൾ അവർ ശ്രീരാമന്റെ ദീർഘവീക്ഷണം അറിഞ്ഞു. മുൻവിധി ഒരിക്കലും നല്ലതല്ല. നിങ്ങൾ നേരിടേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ പൊതുവായ ലക്ഷണങ്ങൾ മറികടന്ന് നോക്കുക. ആളുകളുടെ യഥാർത്ഥ മൂല്യങ്ങളും സാഹചര്യങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആറാമതായി, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്സ്, അതായത് സുഹൃത്തുക്കളുടെ പ്രാധാന്യം. ലക്ഷ്മണനും ഹനുമാനും സഹോദരങ്ങളെക്കാളും ഒരു ശ്രീരാമ ഭക്തനേക്കാളും വലിയ സ്ഥാനമാണ് ശ്രീരാമൻ നൽകിയത്. ഇവർ രാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അത് പല സന്ദർഭങ്ങളിലും തെളിഞ്ഞിട്ടുമുണ്ട്. തൻ്റെ സഹോദരനായ ഭരതനെ വിശ്വസിച്ച് രാജ്യഭരണവും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തൻ്റെ സഹോദരനായ ശത്രുഘ്നെയും വിശ്വസ്തയോടെ ശ്രീരാമൻ ഏൽപ്പിച്ചു. സുഹൃത്തുക്കൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നിങ്ങളുടെ കുടുംബവും സഹോദരങ്ങളും. ഏഴാമതായി, മോണോഗമി, അതായത് ഏകഭാര്യത്വം. ശ്രീരാമൻ
തൻ്റെ ജീവിതത്തിൽ സീതയേക്കാൾ മികച്ച ഒരു സ്ത്രീ എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല. തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ വളരെ ശക്തനായ രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുകയാണ് ചെയ്തത്. ഭാര്യയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമായിരുന്നു രാമായണത്തിലെ പ്രധാന കുറിപ്പും സാരവും. ശ്രീരാമൻ്റെ ഈ 7 ഗുണങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം കൂടുതൽ മികച്ചതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി ഉടനെ വരുന്നതാണ്.